രാഹുല് ചൊറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവളിപ്പം മാധ്യമങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ട്. ഒരുത്തൻ യൂട്യൂബ് ഇട്ടേക്കുന്നു. ഇതെല്ലാം ഈ വീഡിയോയുടെ വേലയാണ്. എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ച് അവള് ബാക്കി ബോംബൂടെ പൊട്ടിക്കാൻ പോകും. കാരണം എന്താണെന്നറിയാമോ, കഴിഞ്ഞ ദിവസം സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് ഇവനെ എല്ലാരും കൂടെ കൊലവിളി വിളിച്ചില്ലേ, എല്ലാ ആൾക്കാരും കിടന്ന് ഇവനെ തെറി വിളിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പൊ ചെയ്യിക്കുന്നതാണ്. അവന് എന്തുണ്ടാക്കാനാ? അവരുണ്ടാക്കാനാണ് ഇതിനോടകം ഉണ്ടാക്കായിരുന്നു. അല്ല, അഥവാ ഉണ്ടാക്കട്ടെ, അങ്ങനെ ആകട്ടെ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ല. കല്ലും നെല്ലും തിരിച്ചറിയട്ടെ. പിന്നെ അല്ല, അങ്ങനെ അവള് പറഞ്ഞ് ശരിയാക്കുന്നെങ്കിൽ രാഹുൽ അതിന് പ്രതികരിക്കട്ടെ. ഞാൻ ഇന്നലെ രാഹുലായിട്ട് സംസാരിച്ചിന്ന്, പാലക്കാട് വിളിച്ച് ഞാൻ സംസാരിച്ച്, മോനെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് മോന് വേണ്ടി. ഞാൻ ചോദിച്ചു, മോനെ തിരികെ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് എടുക്കും, അത് ശരിയാവും, അത് ശരിയാവും. ഞാൻ രാഹുലിനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ പാലക്കാട് MLA എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വിളിച്ച് കിട്ടി, സംസാരിച്ച്. അവൻ നല്ല ഇതോടാ. അപ്പൊ ഞാൻ പറഞ്ഞ, മോനെ പിന്നെ ഇവരുടെ യോഗം കൂടിയിട്ട് മോനെ തിരിച്ചെടുക്കുന്ന ഒന്നും ആയില്ലല്ലോ. അല്ലെ, ഇവന്മാര് പരമാവധി അവനെ എടുക്കാതിരിക്കാൻ ശ്രമിക്കും. നമുക്ക് അതുപോലെ ഇവന്മാരെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എടുക്കൂ. അതുമല്ല, പിന്നെ വേണുഗോപാലും അവരും ഇവരും എല്ലാം കൂടെ നിർബന്ധിച്ചെടുപ്പിക്കും. കാരണം ഇപ്പൊ സതീശൻ ഒറ്റപ്പെട്ടിരിക്കുക പാർട്ടിയിൽ. ഉറപ്പായിട്ടും എടുപ്പിക്കാതെ ഇരുന്നാ പോയി. രാഹുൽ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വോട്ടിടാൻ നമ്മളാരും പോത്തില്ല. ഒരു മനുഷ്യനും വോട്ടിടാൻ പോത്തില്ല. വോട്ടിടാനേ കോൺഗ്രസ് എന്നല്ല, ഒരുത്തർക്ക് വോട്ടിടാൻ പോത്തില്ല രാഹുലിനെ എടുത്തില്ലെങ്കിൽ. എന്തൊരു ചെറ്റത്തരം ഒരു കൊച്ചു പയ്യനോട് കാണിക്കുന്നത്. ഈ ഷാഫി എന്താ മിണ്ടാതിരിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാകാം. വിഷ്ണുനാഥ് കണ്ടില്ലേ, മൈൻഡ് ചെയ്യാതെ പോയി. അതൊക്കെ പാർട്ടി റൂളായിരിക്കും. ഇനി അവന് പ്രശ്നം വരുമായിരിക്കും, അവർക്കറിയാം. KK രമ അവരൊക്കെ, അവൻ കിടിലം പ്രസംഗമായിരുന്നു. അവൻ ഇരുത്തിയ ആൾക്കാര്. രാഹുല് അതാ പറഞ്ഞ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യമുള്ള ഏതെങ്കിലും പട്ടി ഇവിടെ ഉണ്ടോ? വിജയ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തന്നെ പറഞ്ഞ്, അവനക്ക് എന്തെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ, നിശ്ചയം അതാണെങ്കിൽ അത് നടക്കട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കണേ. സജി, ഈ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല, ഇവര് BJPയും ഇവരും തമ്മിലുള്ള അന്തർധാരയിൽ VD സതീശൻ നമ്മൾ മുഴുവൻ നമ്മുടെ തലയെല്ലാം കൊണ്ട് അവിടെ വെച്ചു കൊടുക്കും. അല്ല, ആയാൽ പോലെ ജയിച്ചാൽ പോലും ഈ ആട്ടിൻ തോലിട്ടിട്ട് കുറുക്കന്റെ തോലിട്ടുണ്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും താങ്ക്സ് പറയേണ്ട അവനോടാ. ഇവന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്ന് നമുക്ക് പറയാൻ നോക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടും, ഒരു മീഡിയ കിട്ടുമ്പോ നമുക്ക് ഇങ്ങനെ പുറത്ത് അത് പറയാൻ പറ്റുള്ളൂ സാറേ. അപ്പൊ ഇത് സാർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഇവരുടെ മുഖം മൂടി മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രത്യക്ഷത്തിൽ ഒരാളോട് ഇപ്പോ 1-2 പേര് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ സന്തോഷം. അല്ലേ? അതെ, ഞാൻ കണ്ണൂരാണ്. എന്റെ പേര് ജോസ്. ഞാൻ ഇരിക്കൂർ മണ്ഡലത്തിലാണ്. കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലം. പ്രോഗ്രാം ഉഷാറാകുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്തോടെ പറയാൻ ഇങ്ങനെ ആരുമില്ലല്ലോ, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ആരുമില്ലല്ലോ. VD സതീശനാണ് ഇങ്ങനെ നയിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വോട്ട് ചെയ്യുന്ന സംശയമാണ്. സജീവ് ജോസഫാണ് അടുത്ത MLA. പക്ഷെ നമുക്കെല്ലാം വലിയ വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത്രയും സജീവമായിട്ട് ഇത്രയും ആക്റ്റീവ്, വലിയ സന്തോഷം. ഇവർക്ക് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചേ. അയ്യോ, അയാൾ എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് അയാളുടെ സ്വന്തം ആളായിരിക്കും, അയാൾക്ക് വേണ്ടിയ ആളായിരിക്കും, അയാള് അവിടെ കൂടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ രീതിയില് ഈ ചൊറിയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാകാനാ സാധ്യത. രാഹുലിനെ ഇത്തവണ എന്തായിരിക്കും? ഒരു കാരണവശാലും യാതൊരു ഒരു സാധ്യതയില്ല ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ രാഹുലും ഷാഫിയും നമ്മുടെ ജിൻഡോയെ പിന്നെ അബിൻ വർക്കി, ഇങ്ങനെ കുറച്ച് 4-5 യൂത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പിള്ളേരുണ്ടായിരുന്നു. ഇവര് നശിപ്പിച്ച് അവരെ തള്ളി നോക്കിയിട്ട് ഇവരെന്ത് ചെയ്യാൻ, ഇവരൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും താങ്കൾ ഏതായാലും ചെയ്യുന്ന കാര്യം എന്താണ് ഇവിടെ ഒരു ഓപ്പോസിഷൻ വേണമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പോസിഷന്റെ വർക്ക് ചെയ്യുന്നത് നിങ്ങളാ. അതും പ്രത്യേകം അഭിനന്ദിക്കുന്നു കേട്ടോ. എന്റെ പേര് വേണു. ഞാൻ ഇന്നലത്തെ ചേട്ടന്റെ ആ വീഡിയോ കണ്ടിട്ടൊന്ന് വിളിച്ചതാ. മറ്റേ സതീശൻ ഇന്നലെ പിണങ്ങിപ്പോയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അതിന്റെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ എത്ര പറഞ്ഞിട്ടും നാണം വയ്ക്കണില്ലോ, അതുകൊണ്ടാണ് വലിയ കഷ്ടം ഞങ്ങൾക്കൊക്കെ. അല്ല, നമ്മളും കോൺഗ്രസ്സുകാരന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് അന്ന് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇത്തിരി മാറി നിൽക്കണ കാരണം ഒന്നിലേക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ ഇന്നലെ ആ വീഡിയോ പരമാവധി നമ്മള് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർക്ക് അറിയാൻ പറ്റൂല, ചിലപ്പോ കൊറോണത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിലൊരുത്തൻ എന്നെ ഒന്ന് ഗുണദോഷിച്ചൊന്ന് ചെറുതായിട്ട്.
കാരണം വേറെ ഒന്നുമില്ല ചേട്ടാ, അങ്ങനെ ചെയ്യരുത്, നമ്മുടെ പാർട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ന്യൂസ് വന്നതിന് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വിട്ടുതന്നെന്ന് പറഞ്ഞു. ഞാൻ അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഇന്നലെ എന്തൊക്കെയായാലും. എന്ത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാണവും ഇല്ല ഒന്നുമില്ല. പുള്ളിയുടെ ആ ഒരു വാശി, ഒരു മാടമ്പിത്തരം ഉണ്ട് നായരുടെ, അത് കാണിച്ചുകൊണ്ടേയിരിക്കും പുള്ളി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. അപ്പൊ അത് കാരണം നമ്മുടെയൊക്കെ അവിടെ പറവൂരൊക്കെ, ഞാൻ ഇവിടെ താമസിക്കുന്ന ഫോർട്ട് കൊച്ചിയിലാണ്, പക്ഷെ എന്റെ പെങ്ങളുടെ വീടൊക്കെ അവിടെയാണ് കൊടുക്കുന്നത്, പറവൂര് കൈതാരം, അതിന്റെ അടുത്ത പുള്ളിയുടെ വീട്. അവരൊക്കെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു. പറയാൻ വിഷമമുണ്ട് ചേട്ടാ, നമ്മുടെ അളിയനൊക്കെ കോൺഗ്രസിനല്ലാണ്ട് വോട്ട് ചെയ്യൂല ആര് നിന്നാലും. അപ്പൊ അവരൊക്കെ നേരെ BJP-യിലായി. ആ ഗതികേടിലെത്തി കോൺഗ്രസ്. എന്ത് ചെയ്യാനാ. ഇപ്പൊ ഐ ചാനലൊരു എല്ലാവരും കാണുന്ന ആൾക്കാരാ. കാരണം എന്താന്ന് പറയുക, ഇത്തിരി നിഷ്പക്ഷമായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ പറയുന്ന ഒരു ഇതെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഈ മറുനാടനെ പോലെ എപ്പോ നോക്കിയാലും എന്താ പറയണേ BJP എന്നുള്ള രീതിയല്ല. യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ ചാനലാകുമ്പോ ഒത്തിരി ഒരു എന്താ പറയാ, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാലേ ഇവരെ തലയ്ക്ക് ഇത്തിരി വെളിവ് വരുമെന്നാ തോന്നണേ. ഇവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ വെളിവില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ അബിൻ ബക്കീനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാത്ത കണ്ടില്ലേ? നമ്മളിതൊക്കെ പറയുമ്പോ ജാതി മതം പറഞ്ഞെന്ന് പറയും. ജാതി മതമല്ല, എന്റെയൊക്കെ കൂടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിംസ് സുഹൃത്തുക്കളാണ്. ഞാൻ പണ്ട് മുതൽ പഠിക്കുമ്പോ മുതൽ മട്ടാഞ്ചേരിയില്. അപ്പൊ അബിൻ ബർക്കിനെ ആക്കാണ്ട് പോയിട്ട് വേറൊരുത്തിനെ പിടിച്ച് ആക്കുക, എന്നിട്ട് പറയണ ജാതി ഇത് വരും, സമവാക്യം വേണ്ടേ? KPC പ്രസിഡന്റ് ക്രിസ്ത്യാനി, ഇതും ക്രിസ്ത്യാനിയായി ശരിയാവുന്നു. ഇവിടെ മട്ടാഞ്ചേരിയിൽ UDF-ന്റെ ചെയർമാനും മുസ്ലിമാണ്, മറ്റേ ബ്ലോക്ക് പ്രസിഡന്റും ചെയർമാനാണ്. ഇവിടെ ജാതി സമവാക്യം ഒന്നും വേണ്ടേ? അപ്പൊ ഇവർക്ക് വിവരം വെള്ളിയാഴ്ച ഇല്ല. ഇവര് പറയണത് അക്ഷരം എഴുതി ഇങ്ങനെ വിഴുങ്ങാനുള്ള കുറെ പ്രതിമകളാണ് പ്രവർത്തകരെന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിക്കണത്. എന്റെ ഒരു സണ്ണി, ഞാൻ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ആ അശമാരുടെ മീറ്റിംഗ് വന്നിട്ട് എന്ത് നല്ലതായിരുന്നു. ഞാൻ നോക്കിയിട്ട് അവനെ വേണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ. അതൊക്കെ പേടിച്ചല്ല ഇവനൊക്കെ ഇപ്പോഴേ മുളയിലെ നുള്ളി കളയാൻ നോക്കുന്നത്. അത് പേടിച്ച ആ ഷാഫിയും രാഹുൽ മാങ്കൂട്ടൊക്കെ എന്താ നല്ല. ഇപ്പം ആരും അറിയാത്ത ഒരുത്തനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുക, അബിൻ വർക്കിയെ മാറ്റിയിട്ട്. അങ്ങനെ ഒരു പ്രസക്തി ഇല്ലായിരുന്നല്ലോ. അതായത് ഇപ്രകാരം ഒരുത്തനെ യാതൊരു ആവശ്യവും ഇല്ലാതെ നശിപ്പിച്ച് മാനം കെടുത്തി മാറ്റി വെച്ചിട്ട് ഇപ്രകാരം പാഴുകളെ കൊണ്ടുവെക്കേണ്ടുന്നതും അതിന്റെ പേരിൽ തമ്മിലടിക്കേണ്ടതിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? പിടിപ്പുകേടിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? അതെ. ഇപ്പൊ ഒരാളിപ്പോ ഞാൻ കേട്ടത് ആ പുള്ളി പറയുന്ന പോലെ ഇന്നലെ അത് അവരവിടെ ഇത് പിന്നെ ദാരിദ്ര്യ മുക്തമാക്കിയെന്ന് അത് പറയുമ്പോ ഇവിടെ പ്രതിപക്ഷം ഇളകേണ്ടതായിരുന്നു ഇന്നലെ. ഒന്നടങ്കം പ്രതിപക്ഷ ഇവന്മാര് ഇത് ഇത്ര മുമ്പ് നിസാർ ഇവരെന്തെങ്കിലും ഒരു കഴിവുള്ള പ്രതിപക്ഷമാണെന്നുണ്ടല്ലോ, ഇവർ ഇത്ര നാള് മുമ്പ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നു. ഇവന്മാർ ഓരോ സ്ഥലങ്ങളിലും ഇവരുടെ ആൾക്കാരില്ലേ, ഇവരിറങ്ങി അവരവരുടെ മണ്ഡലത്തിലെ വാർഡിലോ ഉള്ള അത്തരത്തിലുള്ള ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അവരെ മുന്നിൽ അവരുടെ ഒരു സംഗമം. അതിദാരിദ്ര്യ ഇവന്മാർക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചെയ്യുന്ന കാര്യം എന്നറിയാമോ? ഓരോ മണ്ഡലത്തിലുമുള്ള നമ്മുടെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, നിങ്ങളുടെ പഞ്ചായത്തിലെ അതിദാരിദ്ര്യമായിട്ട് ആളുകളെ വിളിക്കുക, അവരുടെ ഒരു സംഗമം നടത്തുക. ഈ തലസ്ഥാനത്ത് ഇവിടെ നടക്കുമ്പോൾ അവരെ വണ്ടിയിൽ കയറ്റി അവരെ ഇവിടെ കൊണ്ടുവരിക. ഇപ്രകാരം സംഗമിക്കുക, നീ കാണടാ, ഇത് ഇത്രയും പേര് അതിദാരിദ്ര്യമായിട്ടുള്ള ആളുകളുടെ ചെറിയ എക്സാമ്പിൾ മാത്രമാ. ഇത് ചെയ്യാൻ ഇതല്ലായിരുന്നു ഇവൻ ചെയ്യേണ്ടുന്നത്. എന്തുമാത്രം പേര് പടുതായുടെ കീഴൊക്കെ ജീവിക്കുന്നു. അവർക്ക് ഭക്ഷണമില്ലാതെ ഉടുതുണി ഇല്ലാതെ അവർ ജീവിക്കുന്നു. ഈ സർക്കാർ എന്നാ ചെയ്യുന്നത്? അല്ലാതെ അത് ചോദിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്തവൻ അവൻ വന്ന് കാശ് മുടക്കി യൂട്യൂബിൽ PR ക്യാമ്പയിൻ ചെയ്യാണ്, എനിക്ക് വിഷൻ ഉണ്ടെന്ന്. ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ അത് ഉണ്ടാക്കും ഇതുണ്ടാക്കും എന്ന് പറഞ്ഞ് ഏതോ ആണുങ്ങൾ എഴുതി കൊടുത്ത കാര്യം വിളിച്ചു പറയുന്നു. ഞാൻ നോക്കിട്ട് VD സതീശനെ തോപ്പിക്കണം. അവനെ ഇന്നലെ അവനും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് അവർക്ക് പൊന്നുപോലെയാണ് സ്വീകരിച്ചവര് ആശമാരെ. ഇവനിട്ട് എന്നാ ചെയ്യേണ്ടത്? അതാ ചെയ്യേണ്ടത്. ഇവനിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇവന്റെ സകല സ്ഥാനാർത്ഥികളെയും അറിഞ്ഞു തോർപ്പിക്കുക, ഇവനെ തൂത്തെറിയും. ഇത് മാത്രമേ, അല്ലാതെ ഇവനെ ഒരു കാരണവശാലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഇവനെ തൂത്തെറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്മാർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവന്മാർക്ക് നാണം കെട്ട പരാജയം ജനങ്ങൾ സമ്മാനിക്കണം. അത് തന്നെ. ഈ സതീശനും ഈ പിന്നെ സണ്ണി ജോസഫും ഒരു ഗുണമില്ലാത്ത പാർട്ടിക്കാരാ. ആ സുധാകരൻ എന്ത് നല്ല മിടുക്കനായിരുന്നു, ആ പുള്ളിയെ മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം അവർക്കൊരു വിചാരമുണ്ട്,
പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും 100 സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് ഇത് വി ഡി സതീശൻ നിൽക്കുന്നത്. അത് അധ്വാനിച്ചാലേ കിട്ടത്തുള്ളൂ. ഇറങ്ങി പ്രവർത്തിക്കണം, നേരത്തെ തൊട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. ഈ ആൾക്കാരുടെ ആ ഒരു വീടില്ലാത്തവരുടെ കാര്യങ്ങൾ എല്ലാ പഞ്ചായത്തിലും എടുത്ത് സർക്കാർ ഇവിടെ കൊണ്ടുവരണമായിരുന്നു, തിരുവനന്തപുരത്ത് കൊണ്ടുവരണമായിരുന്നു. അതല്ലേ ചെയ്യണ്ടേ? എനിക്ക് ഞാൻ കോൺഗ്രസിന്റെ, ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനെ, ഞാൻ അതുപോലെ എനിക്ക് വിഷമമുണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യും. ഈ ഒറ്റ ഒരുത്തനെ ചൊല്ലി സത്യം പറഞ്ഞാൽ ജനങ്ങൾ സകല കോൺഗ്രസ്സുകാരും ഈ പ്രസ്ഥാനത്തിൽ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥ ഒന്നില്ലേ? ആ വിഷമമുണ്ടെന്നേ. ഇവൻ നശിപ്പിക്കുകയാണ്. ഇവനും കണക്കാ ഈ കെ സി വേണുഗോപാലൻ. അവന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിൽക്കല്ലേ. ഇവന്മാർ 2-3 പേരെ നശിപ്പിക്കാവോ? എന്നാ ഒരു കുഴപ്പമില്ല. അവൻ പറയുന്ന ഏകൻ രാഹുൽ ഗാന്ധി, അതാണ് ഈ കുഴപ്പം. അല്ലെങ്കിൽ സുധാകരനെ മാറ്റേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ സണ്ണി ജോസഫിനെ കൊണ്ട് എന്നാ ഗുണം? അവൻ ചിരിക്കുകയല്ലാതെ തൻ്റെ ഇടമായിട്ട് പറയുമോ? ഇല്ല. ഇപ്പം പിന്നെ ഈ മേയറാക്കിയ സ്ഥാനാർത്ഥിയുടെ കാര്യം ഇപ്പൊ അവൻ പറയാ, എനിക്കറിയാൻ മേല, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. തിരുവനന്തപുരം മേയർ നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അവനെ പുള്ളിയുടെ പേരിന് ശബരിനാഥന്. ആ സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോ സണ്ണി ജോസഫ് ഇവര് ചോദിച്ചപ്പോ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനത്തെ ഒരു KPCC പ്രസിഡന്റ് ആണോ വേണ്ടത്? ആണോ? അവനൊരു മൊണ്ണയും മോഴയും ആയതുകൊണ്ടല്ലേ അവനെ പിടിച്ചിരുത്തിയത്. കഴിവുള്ളവനെ ഇരുത്തി കഴിഞ്ഞാൽ യുവമാർക്ക് കയറി മേയാൻ അവസരം കൊടുക്കുവോ? കൊടുക്കില്ല. സുധാകരനെ പോലെ ഒരു KPCC പ്രസിഡന്റ് ആണെങ്കിൽ യുവമാർക്ക് കയറി മെഴുകാൻ അവസരം കൊടുക്കുവോ? കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് നട്ടലില്ലാത്ത ഇവനെ പിടിച്ചിരുത്തിയത്. ഞാൻ നോക്കിയിട്ട് നല്ലൊരു മനുഷ്യനാണ് സുധാകരൻ. അതുപോലെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, അബിൻ വർക്കി, ഇവരൊക്കെ കേറ്റിടണ്ട യുവതലമുറകളൊക്കെ. അറിയോ? ഇവനെയൊക്കെ തൂത്തും അടിച്ച് മൂക്കാലിയൊക്കെ ഇട്ട് അടിക്കണം ഇവനിട്ട്. വേണ്ട, അതാ ചെയ്യേണ്ടവനെ ഈ വി ഡി സതീശനെയൊക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.